ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും അടുക്കളപ്പണിയിലൊക്കെയാണോ? നമ്മളിന്ന് പൊടിമീൻ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ നെത്തോലി ചമ്മന്തിയുടെ റെസിപ്പി ഇട്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരു നന്ദൻ എന്ന് പറഞ്ഞാൽ ആ പൊടിമീനിൻ്റെ ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. ഇത് തേങ്ങ അരയ്ക്കാതെ ചുമ്മാ മീനും വറ്റൽമുളകും ഇട്ട് നമ്മൾ മൂപ്പിക്കുക, ചട്ടിക്കകത്തിട്ട് നല്ല മൂപ്പിക്കണം. നന്ദനിടാം, വേറെ ചെറിയ നെത്തോലി ഇടാം, കൊഞ്ചിടാം. തേങ്ങ ഇട്ടും ചമ്മന്തി പൊടിക്കുന്നവരുണ്ട്, തേങ്ങ ഇടാതെ ചമ്മന്തി പൊടിക്കുന്നവരുണ്ട്. തേങ്ങ ഇട്ട് നമ്മൾ ചമ്മന്തി ഒരു വട്ടം കാണിച്ചതാണ്. ഇതിപ്പോൾ തേങ്ങ ഇടാതെ വളരെ സിമ്പിളും എന്നാൽ വളരെ ടേസ്റ്റും ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ നല്ലതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കുക. അത് മാറ്റുന്നിടം വരെ കുറച്ച് താമസമുണ്ട്. നല്ല മൂത്ത് വരുമ്പോൾ ഇതിനകത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ കൊച്ചുള്ളി, വറ്റൽമുളക്, പിന്നെ പൊടിമീനകത്ത് നമ്മളിങ്ങനെ ചമ്മന്തി അരയ്ക്കുന്നതിനകത്ത് ഉപ്പിടണമെന്നില്ല. പൊടിമീനിന് ഓൾറെഡി ഉപ്പുള്ളതാണ്. പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലോ നിങ്ങളുടെ അഭിപ്രായം പറയുക, കമൻ്റായിട്ട് പറയുക. മൂത്ത് വരുമ്പോൾ നമുക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി നമ്മുടെ ആവശ്യത്തിന് എത്ര വേണമെന്ന് വെച്ചാൽ അത്ര ഇടുക. ഒരുപാട് വേണമെന്നില്ല, നമുക്ക് ആ ഒരു മീനിൻ്റെ രുചി വേണമല്ലോ. ഒരു 3 or 4 ചുവന്നുള്ളി ഇത് ഇട്ട് നല്ലതുപോലെ മുപ്പിച്ചെടുത്തിട്ട് വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുക, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, എന്നാൽ വളരെ ടേസ്റ്റി ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് പറയുക. അപ്പം ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവരും കയറി കണ്ടു നോക്കുക.